നമുക്കറിയാം, ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ പുറത്തു വന്നതിന് ശേഷം ലോക നേതാക്കളും കോടീശ്വരന്മാരുമെല്ലാം വൻ വിവാദത്തിലാണ്. 2025 അവസാനത്തിലും 2026 ജനുവരിയിലുമായി ലക്ഷക്കണക്കിന് പേജുകൾ വരുന്ന രേഖകളും ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ടതോടെ ലോകത്തെ പ്രമുഖരായ പല നേതാക്കളും കോടീശ്വരന്മാരും ഒക്കെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പുറത്തു വന്ന ഫോട്ടോകളും വീഡിയോകളും എല്ലാം സഭ്യമല്ലാത്തതായിരുന്നു. ഒരു രീതിയിലും കാണിക്കാൻ നിവർത്തിയില്ല. അത്രയും മോശമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. രേഖകളിൽ പരാമർശിക്കപ്പെടുന്നവരിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവർ മുതൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ആൻഡ്രൂ വരെ ഉൾപ്പെടുന്നുണ്ട്. ബിൽഗേറ്റ്സിനെ പോലുള്ള പ്രമുഖ ആഗോള കോടീശ്വരന്മാരുടെ പേരുകളും എപ്സ്റ്റീനുമായുള്ള വിവിധ കൂടിക്കാഴ്ചകളും ആശയവിനിമയങ്ങളും ഒക്കെ ഈ വിവാദത്തിൽ വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട രേഖകൾ പൂഴ്ത്തിവെച്ചു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ട്രംപ് ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡെമോക്രാറ്റുകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഒളിച്ചുകളി എന്നാണ് ഇതിനെ ഡെമോക്രാറ്റുകൾ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ സുതാര്യ നിയമപ്രകാരം ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് പേജുകൾ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ 2019 ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു യുവതി നൽകിയ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI രേഖകളിൽ 50ലധികം പേജുകൾ കാണാനില്ലെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. എപ്സ്റ്റീന്റെ പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണ രേഖകളിലെ ഇൻഡെക്സുകളും സീരിയൽ നമ്പറുകളും പരിശോധിച്ചതിൽ നിന്നും പരാതിക്കാരുമായി FBI ഏജന്റുമാർ 4 തവണ അഭിമുഖം നടത്തിയതായും അതിന്റെ ഭാഗങ്ങളും കുറിപ്പുകളും തയ്യാറാക്കിയതായും വ്യക്തമാകുന്നു എന്നാണ് NPR നാഷണൽ പബ്ലിക് റേഡിയോ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പൊതു ഡേറ്റാബേസിൽ ഇതിലെ ഒരു ഭാഗം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് പ്രധാനമായും എപ്സ്റ്റീനെതിരെയുള്ള ആരോപണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ബാക്കിയുള്ള 3 ഭാഗങ്ങളും അനുബന്ധ കുറിപ്പുകളും ഉൾപ്പെടെ 50ലധികം പേജുകൾ നീതിന്യായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമല്ലെന്ന് രേഖകളുടെ നമ്പറുകൾ പരിശോധിച്ച NPR ആരോപിക്കുന്നു. ന്യൂയോർക്ക് ടൈംസ്, MS Now എന്നീ മാധ്യമങ്ങളും സമാനമായ കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തനിക്ക് 13-15 വയസ്സിന് ഇടയിൽ പ്രായമുള്ളപ്പോൾ എപ്സ്റ്റീൻ തന്നെ ട്രംപിന് പരിചയപ്പെടുത്തിയെന്നും അദ്ദേഹം പീഡിപ്പിച്ചുവെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. ഫയലുകൾ നീക്കം ചെയ്തിട്ടില്ലെന്നും സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കുന്നതിനായി താൽക്കാലികമായി മാറ്റിയ രേഖകൾ ഉടൻ പുനഃസ്ഥാപിക്കുമെന്നാണ് നീതിന്യായ വകുപ്പിന്റെ വാദം. എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എപ്സ്റ്റീൻ ഫയലുകൾ തന്നെ കുറ്റവിമുക്തനാക്കിയെന്നുമാണ് ട്രംപ് പറയുന്നത്. അതേസമയം എപ്സ്റ്റീനുമായുള്ള തന്റെ ബന്ധം വലിയൊരു തെറ്റായിരുന്നുവെന്ന് ബിൽ ഗേറ്റ്സ് തുറന്നു സമ്മതിച്ചു. ഗേറ്റ്സ് ഫൗണ്ടേഷൻ ജീവനക്കാരോടാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തനിക്ക് 2 റഷ്യൻ യുവതികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ബിൽ ഗേറ്റ്സ് വെളിപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങൾ എപ്സ്റ്റീൻ അറിയാമായിരുന്നുവെങ്കിലും ഇവർ എപ്സ്റ്റീന്റെ ഇരകളായിരുന്നില്ലെന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. ആഗോള ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കാൻ എപ്സ്റ്റീൻ സഹായിക്കുമെന്ന് കരുതിയാണത്രേ ബന്ധം നിലനിർത്തിയത്. പ്രമുഖരായ പലരും എപ്സ്റ്റീനൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് അതൊരു സാധാരണ സാഹചര്യമാണെന്ന് താൻ തെറ്റായി കരുതിയെന്നും ബിൽ ഗേറ്റ്സ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലോകത്തെ പിടിച്ചുകുലുക്കിയ ജെഫ്രി എപ്സ്റ്റീൻ ലൈംഗിക വിവാദം 2026 തുടക്കത്തിലും ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് പേജുകൾ വരുന്ന പുതിയ രേഖകൾ പുറത്തു വന്നതോടെ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള പലരുടെയും മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പേര് പട്ടികയിൽ ഇടം പിടിച്ചത് വലിയ ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ട്. വ്യക്തിഗത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിയമ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന ആരോപണം ശക്തമായതോടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക പ്രതിസന്ധിക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സുതാര്യതയ്ക്കായുള്ള മുറവിളികൾക്കിടയിൽ ഈ വെളിപ്പെടുത്തലുകൾ പുതിയ നിയമയുദ്ധങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ വെറുമൊരു പീഡന കേസിന്റെ രേഖകളല്ല, മറിച്ച് ലോകത്തെ ഭരിക്കുന്നവർ എങ്ങനെ നിയമത്തിന് മുകളിൽ പറക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. 50ലധികം പേജുകൾ അപ്രത്യക്ഷമായത് അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. വരും നാളുകളിൽ ഈ രേഖകൾ പൂർണ്ണമായും പുറത്തു വരുന്നത് വഴി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ അതോ അധികാരത്തിന്റെ മറവിൽ അവർ രക്ഷപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.